always felt so pretty. No one sent postcards from. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ആദ്യത്തെ വീഡിയോയുടെ തുടർച്ചയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ദിവസം രുക്മിണി സ്വയംവരം ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം കുചേല സത്കതിയാണ്. അതിലും രുക്മിണിയായിട്ട് മോളാണ്. വീടിനടുത്തുള്ള കുട്ടിയാണ് കൃഷ്ണനായിട്ടൊരുങ്ങിയത്. ദേവു എന്നാണ് പേര്. നമ്മുടെ പാറുവിനേക്കാളും ഒരു വയസ്സ് മൂത്താന്ന് തോന്നുന്നു കുട്ടി. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങി റെഡി ആയി ഇതിൻ്റെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നത്തെ ദിവസം ഈ കുചേലം വരുന്നതും കൃഷ്ണനെ കാണുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാമായിരിക്കും. രുക്മിണി സ്വയംവരത്തിന് വന്നപ്പോൾ ഞാൻ തലേദിവസം മോളെ രാവിലെ ഒരുക്കിക്കൊണ്ട് വന്നോളാം എന്ന് വിചാരിച്ചായിരുന്നു പോയത്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് മോന് ചെറിയ ചൂടും പനിയൊക്കെ ആയിട്ട് എനിക്ക് ഒരുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ രാവിലെ അമ്പലത്തിൽ നേരിട്ട് വന്നിട്ടാണ് മോളെ എല്ലാം റെഡിയാക്കി പെട്ടെന്ന്. അപ്പോൾ രാവിലെ തന്നെയാണ് ഈ കുചേല സത്കതി നടക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് റെഡിയാക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പിന്നെ ഒരു വെപ്രാളമായിരുന്നു. ആ ഒരു ടൈമിലെല്ലാം റെഡിയാക്കി. എന്തായാലും ദൈവം സഹായിച്ചെല്ലാം ടൈമിന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റി. കുചേലൻ വന്ന് കൊട്ടാരത്തിൽ വരുന്ന ഇതും ഒക്കെയാണ് വായിക്കുന്നത്. ഇപ്പം കഥ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കൃഷ്ണൻ. അപ്പോൾ കുചേലനെ കണ്ട് കുചേലനെ വിളിക്കാൻ പോകുന്നതും ആനയിച്ചു കൊണ്ടുവരുന്നതും ആ കുട്ടി നല്ലതായിട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ കൃഷ്ണനായിട്ട്. മോൾക്ക് ഇങ്ങനെ അവിടെ ജസ്റ്റ് അത് നിന്നാൽ മതിയായിരുന്നു. രുക്മിണി സ്വയംവരം 5-ാം ദിവസവും 6-ാം ദിവസം കുചേല സത്കതിയാണ് സപ്താഹത്തിൽ നടത്താറ്. 6-ാം ദിവസമാണിത്. കൃഷ്ണൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള കുചേലനെ കൃഷ്ണൻ സൽക്കരിക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ നമ്മുടെ തിരുമേനി പറഞ്ഞു കൊടുത്ത് കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Stay for you, my love so pretty, and I always will. From the day we met, I'll be with you. The first time you said that you love me too, couldn't mess without you, I'm followed out. So മോളുടെ കയ്യിരിക്കുന്ന വെഞ്ചാമരം രാവിലെയാണ് എന്നോട് പറഞ്ഞത് ഒരു വെഞ്ചാമരം കൂടെ വേണമെന്നുള്ളത്. ഞാൻ പിന്നെ ധൃതിക്ക് രാവിലെ കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് രാവിലെ. എന്തായാലും അത് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അവൾ അതും കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. So pretty, and no one sent postcards from the city. I've been walking downtown every day. In spite of this, I always try to fit in. When they consume my head, I hate this feeling. I wanna be a paragon, not a villain. But I stay for you, my love so pretty, and I always will. From the day we met, I'll be with you. The first time you said that you love me too, couldn't mess without you, I'm hollowed out. So I packed my things and we moved down south to share a room in a foreign house. This will take some time, but that's what it's all about.
Mountains always felt so pretty, and no one's sending postcards from the city. I've been walking downtown every day. In spite of this, I always try to fit in. When it consumes my head, I hate this feeling. I wanna be a paragon, not a villain. I hate the city, but I stay for you. My love's so pretty, and I always will. From the day we met, I'll be with you. The first time you said that you love me too. Mess without you, I'm hollowed out. So I pack my things and we move down south. Share a room in a foreign house. So take some time with us, what it's all about. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. നമ്മുടെ കുഞ്ഞോളാൻ്റെയും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു. പിന്നെ ഇത് അമ്പലത്തിലെ മിക്ക തിരുമേനിയാണ്. അപ്പോൾ തിരുമേനിയുടെ അടുത്ത് നിന്നും ഒക്കെ ഫോട്ടോസും എല്ലാവരുമായിട്ടും അങ്ങനെ ഫോട്ടോ സെക്ഷനായിരുന്നു കുറച്ച് നേരം. അതിനുശേഷം ഞങ്ങളവിടെ നിന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അതിന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. രാത്രിയിൽ തിരുവാതിരയ്ക്ക് ഞങ്ങൾ തിരുവാതിര കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ തിരുവാതിര കാണാൻ അവിടെ രാത്രി കഞ്ഞി ഉണ്ടായിരുന്നു. അമ്പലത്തിലെ കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടി കൂന്നിന്നൊക്കെ കഞ്ഞിപ്പോൾ സ്പൂൺ കണ്ടിട്ട് അവനിങ്ങനെ ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് പ്ലാവിലിയുടെ സ്പൂണാണ്, അതെന്താ സംഭവം എന്നൊക്കെ തിരക്ക്. അതുകൊണ്ട് അങ്ങനെ കഞ്ഞി കുടിക്കുന്നത്. വൈകിട്ട് കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു. തിരുവാതിര കാണാൻ ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ തിരുവാതിര കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞിസദ്യയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നു. മോൻ ആ ഇല കിട്ടിയത് ആദ്യമായിട്ടാണ് ഈ ഇല സ്പൂൺ അവൻ കാണുന്നത്. അപ്പോൾ ആ ഇലയുടെ സ്പൂണിൻ്റെ ഒരു കൗതുകമാണ് അവൻ്റെ മുഖത്തല്ല. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് തിരുവാതിര കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.